കെ രഞ്ജിത്ത് BJP സംസ്ഥാന സെക്രട്ടറി കൂടി നമുക്കൊപ്പം ചേരുന്നത്. ശ്രീ രഞ്ജിത്ത്, എന്തുകൊണ്ട് മാടായിപ്പാറ ഇവർ തെരഞ്ഞെടുത്തു എന്നതാണോ നിങ്ങൾ പ്രധാനമായും ഉന്നയിക്കുന്ന ചോദ്യം? പാലസ്തീൻ അനുകൂല മുദ്രാവാക്യം വിളിക്കലും ഐക്യദാർഢ്യ റാലിയും ഒന്നും കേരളത്തിൽ മുൻകാലങ്ങളിലും എല്ലാവരും നടത്താറുള്ള കാര്യമാണ്. പക്ഷേ മാടായിപ്പാറയിലെ ക്ഷേത്രഭൂമി എന്തുകൊണ്ട് തെരഞ്ഞെടുത്തു എന്നതാണോ നിങ്ങളിതിലെ ഒരു സംശയത്തോടെ ഈ വിഷയത്തെ കാണുന്നതിന് കാരണം? അല്ല, അത് തന്നെയാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. കാരണം ഇത്തരത്തിൽ പ്രതിഷേധിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇസ്രായേലിന് വേണ്ടി അനുകൂലമായ നിലപാടെടുക്കാൻ വേണ്ടിയുള്ള ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ ഈ ക്ഷേത്ര ഭൂമി തന്നെ തെരഞ്ഞെടുക്കാനുള്ളത് അതിന്റെ പിറകിൽ എന്തോ ഒരു ദുരുദ്ദേശം ഉണ്ടെന്നുള്ളത് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഈ നമ്മുടെ ഒരു 4-5 മാസം മുമ്പാണ് കളരിവാതുക്കൽ ക്ഷേത്രം എന്ന് പറയുന്ന അപ്പളാപട്ടണത്തുള്ള കളരിവാതുക്കൽ ക്ഷേത്രത്തിന്റെ ക്ഷേത്ര മതിലിനകത്ത് വെച്ചിട്ട് തന്നെ ഇത്തരത്തിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളടക്കമുള്ള ആളുകൾ ഒരു കലാപരിപാടികൾ അവതരിപ്പിച്ചു. അവര് ചില പ്രോഗ്രാമിന്റെ ഭാഗമായി ക്ഷേത്ര കമ്മിറ്റിയുടെ പെർമിഷൻ എടുത്തെന്നാണ് പറഞ്ഞത്. പിന്നീട് ക്ഷേത്ര കമ്മിറ്റിയെ തന്നെ പിരിച്ചുവിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ക്ഷേത്ര ഭൂമികളിൽ കയറി ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുക, അത് തന്നെ ആ സംഘടിപ്പിക്കുന്നത് തന്നെ നമുക്കറിയാം. നമ്മുടെ ഈ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൽ തന്നെ വലിയ തീവ്രവാദ സംഘടനയാണ്, ഭീകരവാദ സംഘടനയാണ്. ആ സംഘടനയുടെ വനിതാ വിഭാഗം ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തുന്നത് അതിലെന്തോ ഒരു ദുരൂഹതയുണ്ട്. അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടതാണ്, യാതൊരു സംശയവുമില്ല. കാരണം ഇതിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വരേണ്ടതാണ്. നേരത്തെ പറഞ്ഞു രാജ്യദ്രോഹ കുറ്റം എന്നുള്ളതല്ല, പക്ഷെ ഒരു പ്രദേശത്ത് ഒരു അന്യ മതസ്ഥരുടെ ഭൂമിയിൽ കയറി, ക്ഷേത്രഭൂമിയിൽ കയറി ഒരു കലാപത്തിന്റെ ഒരു ആഹ്വാനം കൊടുക്കുന്ന രീതി, അതുകൊണ്ട് തന്നെയാണ് പോലീസ് അത്തരത്തിൽ കേസെടുത്തിട്ടുണ്ടാവുക. കേസെടുക്കണതായിരുന്നു. ഒരു കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഇന്നലെ അവിടെ നടന്നത്. ഒരു കാരണവശാലും അത് അനുവദിക്കാൻ പാടില്ല. കാരണം മാടായിപ്പാറ ഒരുപാട് 2 ക്ഷേത്രങ്ങളുടെ ഭൂമിയാണ്. ഒരുപാട് ചടങ്ങുകൾ, അതായത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള, ക്ഷേത്രത്തിനകത്തല്ല, മാടായിപ്പാറയിൽ തന്നെ പല സ്ഥലങ്ങളിലായി ചില ഉത്സവത്തിന്റെ സമയങ്ങളിൽ അവർ ക്ഷേത്ര ആരാധിക്കപ്പെടുന്ന ബിംബമൊക്കെ എടുത്തു കൊണ്ടുവന്ന് ആ ചില സ്ഥലങ്ങളിൽ വെച്ചുകൊണ്ട് പൂജകളും മറ്റുള്ള കാര്യങ്ങളും ചെയ്യുന്നൊരു ഭൂമിയാണ്. ആ ക്ഷേത്രഭൂമി കയ്യേറി എന്ന് തന്നെ പറയാം. കയ്യേറിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടത്തിയിരിക്കുന്നത്. ഇസ്രയേലിന്റെ അനുകൂലമായ പ്രതിഷേധം നടത്താൻ വേണ്ടി എത്രയോ സ്ഥലങ്ങളുണ്ടല്ലോ. ഇപ്പൊ ടൗണുകളില്ലേ, പഴയങ്ങാടി ടൗൺ ഉണ്ടല്ലോ, അത്തരത്തിൽ ജനങ്ങൾ കാണുന്ന രീതിയിൽ പ്രതിഷേധം നടത്താൻ വേണ്ടി പഴയങ്ങാടി ടൗൺ തെരഞ്ഞെടുത്തുകൂടെ? എത്ര സ്ഥലമുണ്ട്? ഇത് മാടായിപ്പാറ തന്നെ തെരഞ്ഞെടുത്തത് അതിലെന്തോ ദുരൂഹതയുണ്ട്. അതിനെക്കുറിച്ച് പോലീസ് അന്വേഷിക്കണം. ഈ ആളുകളുടെ പേരിൽ നിയമ നടപടി സ്വീകരിക്കണം. അത് ഏത് രീതിയിലെന്നുള്ള പോലീസാണ് ചിന്തിക്കേണ്ടത്. രാജ്യദ്രോഹ കുറ്റമാണെങ്കിൽ രാജ്യദ്രോഹ കുറ്റം. കാരണം രാജ്യദ്രോഹ കുറ്റം എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ രാജ്യദ്രോഹ സംഘടനയുടെ വനിതാ വിഭാഗമാണ്. ജമാഅത്ത് ഇസ്ലാമി നമ്മുടെ രാജ്യത്ത് രാജ്യദ്രോഹ പ്രവർത്തനം നടത്തിയ ഒരു സംഘടനയാണ്. അതുകൊണ്ട് തന്നെ ആ ജമാഅത്ത് ഇസ്ലാമിയുടെ വനിതാ സംഘടന എന്ന് പറയുന്നത് ഇത്തരത്തിൽ പ്രചരണം പരിപാടി നടത്തുന്ന സമയത്ത് അതിന്റെ പുറകിൽ വലിയ രീതിയിലുള്ള ദുരൂഹതയുണ്ട്. അതിനെക്കുറിച്ച് പോലീസ് അന്വേഷിക്കണം. ഞങ്ങൾ പറയുന്നത് ഇത് NIA പോലുള്ള സംഘടനകൾ അന്വേഷിക്കണം. ഇതിന്റെ പിറകിലുള്ള കണ്ടുപിടിക്കണമെങ്കിൽ NIA പോലുള്ള ദേശീയ അന്വേഷണ ഏജൻസി തന്നെ ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. BJP സംബന്ധിച്ചോളം വലിയ പ്രതിഷേധം ഇന്ന് അവിടെ സംഘടിപ്പിക്കുന്നുണ്ട്. കാരണം മാടായിപ്പാറ ഒരു പവിത്ര ഭൂമിയാണ്. അത് മറ്റുള്ള സ്ഥലം പോലെയുള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രമല്ല. ആ ഒരു ക്ഷേത്രഭൂമിയിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ പ്രകടനം നടത്തുന്ന സമയത്ത് അതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നാണ് BJP ആവശ്യപ്പെടുന്നത്. ഒരു കാര്യം കൂടി, ഈ സമീപത്തുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നും അവരുടെ ബസ്സിൽ കുട്ടികളെ അവിടെ കൊണ്ട് ഇറക്കുകയാണെന്ന് മറ്റൊരു ആക്ഷേപം കേട്ടു. ആ ആക്ഷേപത്തെ ഉറച്ചു നിൽക്കുകയാണോ? അങ്ങനെയെങ്കിൽ ആ സ്ഥാപനം ഏതാണ്? എന്താണ് ഇതിന് പിന്നിൽ നടന്നത്? മറ്റെന്തെങ്കിലും ശ്രമങ്ങൾ ഉണ്ടായിരുന്നു? നിങ്ങൾ സംശയിക്കുന്നത്? അല്ല, അതന്നെയാണ് പറഞ്ഞത്. സംശയിക്കേണ്ടത് ഒരുപാട് കാര്യങ്ങളാണ്. ഇത് വളരെ ആസൂത്രിതമാണെന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ മാടായിപ്പാറ എന്ന് പറയുന്നത് ദേവസ്വം ഭൂമിയാണ്. ആർക്കും അറിയാം മാടായിപ്പാറയിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും നടത്താത്തൊരു ഭൂമിയാണ്. പക്ഷെ ആളുകൾ ഇന്ന് ഒരു നല്ലൊരു കാറ്റ് കൊള്ളാനൊക്കെ ആ പ്രദേശത്ത് വരാറുണ്ട്. പക്ഷെ അതൊന്നും അവിടെയുള്ള ആചാരങ്ങളെ ലംഘിച്ചുകൊണ്ടല്ല. പക്ഷെ അവിടെയുള്ള ആചാരങ്ങളെ ലംഘിക്കുക. കാരണം 2 ക്ഷേത്രങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ക്ഷേത്രത്തിന്റെ അകത്ത് മാത്രം കർമ്മം നടക്കുന്ന സ്ഥലമല്ല അത്. മാടായിപ്പാറയ്ക്ക് പ്രത്യേകതയുണ്ട്. കാരണം മാടായിപ്പാറയിൽ തന്നെ ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പൂജകളും കർമ്മങ്ങളെല്ലാം തന്നെ ചെയ്യുന്ന ഒരു ഭൂമിയാണ്. അവിടെ ഒരു വളരെ സംഘടിതമാണ്. ഏതെങ്കിലും പെൺകുട്ടികൾ വന്ന് അവർക്ക് പെട്ടെന്ന് തോന്നിയ ഒരു വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തതല്ല ഇത്. വളരെ ആസൂത്രിതമാണ്. ഇതിന്റെ പിറകിൽ വലിയൊരു ശക്തിയുണ്ട്. അതുകൊണ്ട് അത് അന്വേഷിക്കണം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അത് അന്വേഷിക്കണമെങ്കിൽ NIA പോലുള്ള സംഘടനകൾ അന്വേഷിക്കണം. ദേശീയ അന്വേഷണ ഏജൻസി ഈ അന്വേഷണം ഏറ്റെടുത്ത് നടത്തണം എന്നാണ്
ഞങ്ങൾ അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് മുമ്പിൽ ഈ കാര്യം ശ്രദ്ധയപ്പെടുത്തും. ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് BJP അടുത്ത ദിവസം തന്നെ ആ കാര്യങ്ങൾ ചെയ്യുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ശരി, KVS ഹരിദാസ് കൂടി നമുക്കും ചേരുന്നു. ശ്രീ KVS ഹരിദാസ്, മാടായിപ്പാറ എന്നത് നമ്മൾ അവിടുത്തെ കണ്ണൂരിൻ്റെ സൗന്ദര്യം മുഴുവൻ ഉള്ള ഒരു ഇടം എന്നതാണ് പ്രശസ്തമായ ഒരു ഇടം. ഒപ്പം പാരിസ്ഥിതിക പ്രാധാന്യവും ഒക്കെ നിറഞ്ഞ ഒരു പ്രദേശമാണ്. ആ പ്രദേശത്ത് അവർ സംഘടിച്ചെത്തിയതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്, അതല്ലെങ്കിൽ ഒരു രാജ്യവിരുദ്ധ പ്രവർത്തനമാണ് എന്ന് ആരോപിക്കുന്നതിൻ്റെ സാങ്കത്യം എന്താണ്? അവർ പക്ഷേ ഒരു പ്രദേശത്തേക്ക് അനുമതിയില്ലാതെ സംഘടിച്ചിരിക്കാം, പക്ഷേ അതിന് പിന്നിൽ ബോധപൂർവമായ രാജ്യദ്രോഹ കുറ്റം ചുമത്തണമെന്ന വാദത്തിൻ്റെ വസ്തുത എത്രമാത്രമുണ്ട്? എന്നോടാണോ? അതെ, KVS ഹരിദാസ് അല്ല, സോറി, N ഹരിദാസ് ആണ്. BJPയുടെ കണ്ണൂർ ജില്ലാ മുൻ പ്രസിഡന്റ് ആയിരുന്നു. യെസ്, പറഞ്ഞോളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പം മാടായിപ്പാറയെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു ഭൂമി മാത്രമല്ല, ഒരു എന്താ പറയേണ്ട, ഒരു ഏതെങ്കിലും ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമല്ലത്. പണ്ട് ചിറക്കൽ കോവിലകത്തിന്റെ ഭാഗമായിട്ടുള്ള ചിറക്കൽ രാജാവിന്റെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രമാണ് മാടായിക്കാവ് ക്ഷേത്രം. ആ ക്ഷേത്രഭൂമി ഏകദേശം 600-700 ഏക്കറുകൾ ഉണ്ടായിരുന്നു. സത്യം പറയുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് അന്വേഷണ വിധേയമാക്കേണ്ടതാ. 700 ഏക്കറോളമുള്ള മുൻകാലത്തുള്ള ഭൂമി ഇന്ന് അളന്നു നോക്കിയാൽ 220-300 ഏക്കറിനുള്ളിൽ കിട്ടുള്ളൂ. അപ്പോൾ വലിയ രീതിയിലെ കയ്യേറ്റം നടന്നിട്ടുണ്ട്. അവിടെ സ്വകാര്യ വ്യക്തികൾ കൈയടക്കിയിട്ടുണ്ട് ആ ഭൂമി. ഇതൊക്കെ നേരത്തെ പല കാര്യങ്ങളും നമ്മളിത് ഉന്നയിച്ച കാര്യങ്ങളാണ്. അവിടെ മാടായിക്കാവ് സംരക്ഷണ സമിതി എന്ന് പറഞ്ഞിട്ട് സംരക്ഷണ സമിതി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എല്ലാവരും കൂടിയിട്ടാണ്. അവിടെ രാഷ്ട്രീയ പ്രാധാന്യം ഒന്നും കൊടുത്തിട്ടില്ല. അവിടുത്തെ പൊതുജനങ്ങൾ ഈ ക്ഷേത്രഭൂമിയോട് താല്പര്യമുള്ള വിശ്വാസികളായ ഒരുപറ്റം ആളുകൾ ഉണ്ടാക്കിയ ഒരു മാടായിക്കാവ് സംരക്ഷണ സമിതി. ആ സംരക്ഷണ കുറെ ഖനനവുമായിട്ട് ബന്ധപ്പെട്ടും അവിടുത്തെ മറ്റു വിഷയങ്ങളുമായിട്ട് കയ്യേറ്റവുമായി ബന്ധപ്പെട്ടും അതിർത്തി കെട്ടേണ്ട കാര്യത്തെ പറ്റിയും ഒക്കെ നിരന്തരം ഈ ഭരണാധികാരികളോട് ഉന്നയിക്കുന്നുണ്ട്. കോടികൾ വരുമാനമുള്ള ഈ ക്ഷേത്ര സ്വത്തൊക്കെ അധീനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം മലബാർ ദേവസ്വത്തിന്റെ ഭാഗമായിട്ടുള്ള ക്ഷേത്രത്തിലെ നിങ്ങൾ നോക്കൂ, അവിടെ ഒരു ചുറ്റുമതിൽ പോലുമില്ല. ദേവസ്വം ഭൂമിയാണ് എന്ന് ബോർഡ് പോലുമില്ല. അവിടെ ഒരു ചുറ്റുമതിലില്ല. ഇപ്പോൾ ക്ഷേത്ര കാര്യങ്ങളിലൊക്കെ ആ ഭൂമിയിൽ ക്ഷേത്രകാര്യങ്ങളെ ചടങ്ങുകളൊക്കെ ആ ഭൂമിയിൽ നടക്കാറുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പൊ നടന്നിട്ടുള്ളത് ഒരു മത ഭീകരവാദ സംഘടനയുടെ എന്താ പറയുക, അതിന്റെ ആശയം പറ്റുന്ന ആളുകൾ, അതിന്റെ സ്ത്രീകളായിട്ടുള്ള ആളുകൾ അവരെ സംഘടിപ്പിച്ച് കൊണ്ടുവന്നിട്ട് ഒരു സ്കൂൾ ബസ്സിൽ കൊണ്ടുവന്നിട്ട് അവിടെ ഇറക്കിയിട്ട് അവിടെ ഈ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടല്ല അവിടെ പ്രകടനം നടന്നിട്ടുള്ളത്. പാലസ്തീൻ അനുകൂല വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഇന്ത്യയിലെ പഹൽഗാമില് ഭീകരവാദികൾ കൊന്നവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടല്ല അവിടെ നടന്നിട്ടുള്ളത്. പഹൽഗാമിലെ പ്രശ്നവുമായി അവർ ഒരു സമരവും ഒരു ജാതിയും ഒരു മൗനജാഥ പോലും നടത്താൻ പറ്റാത്ത സംഘടനകൾ ക്ഷേത്രഭൂമിയിൽ കയറി ക്ഷേത്ര സങ്കേതത്തിന്റെ സൈഡിലൂടെ പോകുന്ന ക്ഷേത്രാചാരങ്ങൾ നടക്കുന്ന ഭൂമിയിലൂടെ ആ പവിത്രമായ ഭൂമിയിലാണ് ഈ പ്രതിഷേധം നടത്തിയിട്ടുള്ളത്. അത് കേവലം ഏതെങ്കിലും ഒരു ഒന്നോ രണ്ടോ ആളുകളുടെ മനസ്സിൽ വന്ന ആശയമല്ല. ഇതൊരു ആസൂത്രിതമാണ് എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഇതില് നമുക്കറിയാം, ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പറയുന്ന സിമി എന്ന് പറയുന്ന സംഘടനയുടെയും അതുപോലെ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ഭീകരവാദ സംഘടനയുടെ പിന്മുറക്കാരായ ആളുകളാണ് ഇവർ. അപ്പൊ അതിനെപ്പറ്റി അന്വേഷണം നടത്തണം. ആരാണ് ഇവരെ അയച്ചുവിട്ടിട്ടുള്ളത്? എന്തിനാണ് സ്കൂൾ ബസ് ഉപയോഗിച്ചിട്ടുള്ളത്? അപ്പം അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ പോകുന്ന ബസ് പോലും ഉപയോഗിച്ചിട്ട് അവിടെ വരികയും അവിടെ ആ കേന്ദ്രം തെരഞ്ഞെടുക്കുകയും ചെയ്ത് എന്തിന്റെ ആശയത്തിന്റെ പേരിലാണ്? അവിടെ ഒരു മതസ്പർദ്ധ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അമ്പലങ്ങൾ കയറിയിട്ട് ഇത് സ്വകാര്യ ഭൂമിയാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് അമ്പലമായിട്ട് പുല ബന്ധമില്ല. കാരണം വർഷങ്ങളായിട്ട് എല്ലാവരും വന്നിരിക്കുന്ന ഒരു ഭൂമിയാണത്. അവിടെ ക്ഷേത്ര ഭരണാധികാരിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇത് ശരിക്കും പറയുകയാണെങ്കിൽ അവരൊരു ചുറ്റുമതിൽ കെട്ടേണ്ടതാ. ചുറ്റുമതിൽ കെട്ടി സംരക്ഷിക്കേണ്ട ഭൂമിയെ അന്യാധീനപ്പെട്ട് പലരും കയ്യേറ്റ ഭൂമിയാക്കി മാറ്റി, കയ്യേറ്റങ്ങൾ നടന്ന് പലരുടെ കൈവശമുള്ള ഭൂമിയാക്കി മാറ്റിയപ്പോ അവിടെയൊന്നും ഒരു സ്വാധീനമില്ലാത്ത ആളുകൾ പല ബിൽഡിംഗും എടുത്തിട്ടുണ്ട്. അതിനൊക്കെ ആരാണ് ഈ ഡ്യൂപ്ലിക്കേറ്റ് ആധാരം ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്? അപ്പൊ ക്ഷേത്രഭൂമിയുടെ ആധാരങ്ങൾ, ഈ സ്ഥലങ്ങളൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആധാരം ഉണ്ടാക്കിയിട്ടാണ് ഇപ്പൊ കൈവശപ്പെടുത്തിയിട്ടുള്ളത്. ഇതൊക്കെ അന്വേഷണ വിധേയമാക്കേണ്ടത്. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു, ഈ മത തീവ്രവാദ സംഘടന ലക്ഷ്യം വെക്കുന്നത് ആ പവിത്രമായ ഭൂമിയെയാണ്. അതുകൊണ്ട് തന്നെ ഇതില് NIA അല്ലെങ്കിൽ ഒരു കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം എന്ന് തന്നെയാണ് BJPയുടെ നിലപാട്. BJP പ്രക്ഷോഭത്തിലേക്ക് പോവുകയും ചെയ്യും. ശരി, അതാണ് BJPയുടെ നിലപാട്. എന്തായാലും ഈ വിഷയത്തിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുന്നു. BJP ആ തരത്തിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് കൂടിയാണ് BJP നേതാക്കൾ വ്യക്തമാക്കുന്നത്. ആ തരത്തിൽ പോകുന്നു. വൈകിട്ട് അവിടെ വലിയ പ്രതിഷേധ കൂട്ടായ്മ കൂടി നടത്താനാണ് BJPയുടെ നീക്കം. ക്ഷേത്രഭൂമിയെ തെരഞ്ഞെടുത്തത് ബോധപൂർവമാണ്. ഇതൊരു ഏതെങ്കിലും ഒരു വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ മാത്രമല്ല, ഇതിന് പിന്നിൽ വലിയ തരത്തിലുള്ള ഗൂഢാലോചന നടത്തും എന്നതാണ് BJPയുടെ ആക്ഷേപം. എന്തായാലും പാലസ്തീൻ അനുകൂല റാലി കേരളത്തിൽ പുതുമയല്ല, അത് നേരത്തെയുമുണ്ട്. പക്ഷേ ഈ ദിവസം ആ ഇടം എങ്ങനെ തെരഞ്ഞെടുത്തു എന്നതാണ് അവർ ഉന്നയിക്കുന്ന ചോദ്യം.
കെ വി ബൈജു തുടരുന്നുണ്ട്. ബൈജു, ഈ വിഷയത്തിൽ എന്തായാലും വലിയ പ്രതിഷേധമാണ് വൈകിട്ട് നടക്കാൻ പോകുന്നത് അല്ലേ? തീർച്ചയായും സൈത്തെ, കാരണം ഈ GAOക്ക് പ്രധാനമായും ഇതിൽ ഒരു തെറ്റ് പറ്റിയിട്ടുള്ളത് ഇത് ദേവസ്വം വകുപ്പിന്റെ ഭൂമിയാണ്. അത്തരം ഒരു ഭൂമിയിൽ അത് മാത്രമല്ല ഒരുപാട് ആളുകൾ ഇത്തരത്തിൽ സന്ദർശിക്കുന്ന ഒരിടമാണ്. നേരത്തെ അത് സൂചിപ്പിച്ചതാണ്. അതായത് ഏതെങ്കിലും തരത്തിലൊരു മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരല്ല, എല്ലാവരും അത്തരത്തിൽ പ്രകൃതി ഭംഗി ആസ്വദിക്കാനും ഈ ക്ഷേത്രത്തിലേക്കുമൊക്കെയായി നിരവധി ആളുകൾ എത്തുന്നതാണ്. പ്രത്യേകിച്ച് തിരുവോണ നാളുകളിൽ പതിവിൽ കൂടുതൽ ആളുകൾ എത്തിയ ഒരു സമയമാണ്. ഒരു പക്ഷേ ആ ഒരു ദിവസം തിരഞ്ഞെടുത്തും അതുകൊണ്ട് തന്നെയായിരിക്കാം. കാരണം അത് ജനശ്രദ്ധ കൂടുതൽ ആകർഷിക്കുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ടാണ് അത്തരം ഒരു ദിവസം ഇവർ തെരഞ്ഞെടുത്തായിരിക്കാം. എന്തായാലും ഇതിൽ BJPയെ സംബന്ധിച്ചിടത്തോളം അവർ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നുണ്ട്. കാരണം അത് ഒരു